എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് ഒരു തെരളി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. 1/4 കപ്പ് വറുത്ത അരിപ്പൊടി, 1 കപ്പ് ശർക്കര ചീകിയത്, 1/4 കപ്പ് തേങ്ങ ചിരുകിയത്, 3 പാളയംകുടം പഴം, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർക്കുന്നു. അതിൻ്റെ ആ പൊടിച്ചവ മാറി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ച വയനയിലയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. വയനയിലയിൽ കുറേശ്ശെ മാവ് ഉരുട്ടി ഇതുപോലെ മടക്കി എടുത്ത് ഒരു ഈർക്കിലേക്ക്, അറ്റം കെട്ടിയ ഈർക്കിലേക്ക് കൊരുത്ത് ഇടാവുന്നതാണ്. ആറ്റുകാലമ്മയുടെ പ്രധാനപ്പെട്ട പൊങ്കാല പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തെരളിയപ്പ വഴിപാട്. എല്ലാവരും പൊങ്കാല പ്രമാണിച്ച് തെരളിയപ്പം കൂടി തയ്യാറാക്കി നോക്കണം. ഇത് കുമ്പിള് കൂട്ടിയിട്ട് ഈർക്കിൽ കുത്തി ഇതുപോലെ കുമ്പിള് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് അടച്ച് ഈർക്കിൽ കുത്തി എടുക്കാവുന്നതാണ്. 2 രീതിയിലും ചെയ്യാം. ഇത് ഒരു മാല പോലെ വന്നിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ മാല പോലെ കൊരുത്തെടുക്കാവുന്നതാണ്. ഒരു സ്റ്റീമറിലേക്ക് കുറച്ച് ഒരു അര പാത്രത്തോളം വെള്ളം വെച്ച് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിരളി വയ്ക്കാവുന്നതാണ്. ഇത് അടച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു മാല പോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.